ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നല്ല തിരക്കുള്ളൊരു ദിവസമാണെന്നുള്ളത്. ഉച്ചയ്ക്ക് 2:30 വരെ നല്ല തിരക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നലെ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിട്ടാണ് കിടന്നത്. ഞാൻ പറയാറില്ലേ, പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ ഇരട്ടി പണിയാന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 പേരും ഒപ്പം ഉള്ളത് കൊണ്ട് എനിക്കും വലിയ ബുദ്ധിമുട്ടില്ല, അവർക്കും എന്താ പറയുക, എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരാൾ രാവിലത്തെ കഴിഞ്ഞു, അടുത്ത ആൾ അകമൊക്കെ അടിച്ച് വാരി ഒതുക്കി. പിള്ളേർസൊക്കെ ഇന്ന് രാവിലെ പോയ കാരണം കുട്ടികൾക്ക് ഓരോ മണിക്കൂർ എന്തിനെങ്കിലുമൊക്കെ ഇരിക്കാൻ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. ചാക്കോച്ചനെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടങ്ങനെ നടന്നോളും. അവനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൻ അവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു 2 പേരും, ഒരാൾ 9 ആവാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ മറ്റാൾ 9 മണിക്ക്, അങ്ങനെ 2 ആളും പോയി കഴിയുമ്പോൾ എല്ലാവരും രാവിലെ ഇപ്പോൾ ഇങ്ങനെ ചെണീറ്റ് വഴിക്ക് ഇവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടിയും റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള നേരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അടുക്കും ചിട്ടയായി എന്ന് പറയില്ലേ, അങ്ങനെയായിട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയിലത്തേക്ക് മുതിര കാച്ചി, പിന്നെ നമ്മളുടെ ഉണക്കമീൻ വറുത്തു. അപ്പോൾ എനിക്ക് ഉണക്കമീൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ദോശയും തക്കാളി ചമ്മന്തിയായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെച്ച് റെഡിയായപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് തിളപ്പിച്ച് ഊറ്റാനായിട്ട് വെച്ചു കേട്ടോ. അത് കഴിക്കണ നേരത്ത് മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചു. എനിക്കും ഡാഡിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ലോണം നിറം മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. മുട്ടയും ഇതും പുഴുങ്ങി വയ്ക്കും, പിന്നെ കഴിക്കാൻ മറക്കും, അങ്ങനെയാണ്. പിന്നെ നല്ല എന്താ പറയുക, നമ്മളൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വേഗം അത് അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയാണല്ലോ. ഇന്ന് 3 പേർക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പാക്കിങ്ങാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, തലേ ദിവസം കാണിക്കുന്ന ഓർണമെൻറ്റ്സാണ് പിറ്റേ ദിവസം ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ OCയുടെ കാര്യം ഓർത്ത്, കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ കാര്യം. എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിരത്തിയിട്ടിട്ടും അവർക്ക് എതിരെ കുറേ പേര്, എന്തറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല, കുറേ ചാനലുകൾ അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് നോക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഡാഡി ഓൺലൈനിൽ പോയിരുന്ന സമയത്തായാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ശരിക്കും ഡാഡിയും ഡോണും തമ്മിൽ, ഡോൺ ഹബ്ബ് തുടങ്ങി ഡാഡി ഡ്രൈവറുടെ കൂടെ പോയി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ലൈനിൽ പോകുന്ന സംഭവം നിർത്തി ഓൺലൈനിലാക്കിയത്. കാരണം നമ്മളൊരു പെട്ടി പോയാൽ പോലും നമ്മൾ അറിയില്ല. അപ്പോൾ പറയുന്നവർക്ക് എളുപ്പമാണ്, ഇത്രയും പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ നിന്നായാലും 2 ബോക്സ് കാണാണ്ടായാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. പിന്നീട് നമ്മൾ അതൊരു സാധനം ചോദിക്കുക, ഇങ്ങനൊരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് എനിക്ക് OCയുടെ കിച്ചുവിൻ്റെ ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ ഈ എല്ലാവരും കൂടി അതിൻ്റെ ചുറ്റും കൂടി നിന്ന് ഓരോന്ന് സംഭവം ഒന്നുമില്ലെങ്കിൽ പോലും വെറുതെ ന്യൂസുകൾ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിൽ ആ കുട്ടിയുടെ വയറൊഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം കുഞ്ഞിലേ തൊട്ട് നമ്മൾ അറിയുന്ന മക്കളാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, അവർ വിഷമിക്കുമ്പോൾ നമ്മുടെ മക്കൾ വിഷമിക്കണ പോലെയാണ്. പിന്നെ ഈ ചെയ്തവർ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കേൾക്കുന്നവരും പറയുന്നവരുടെ ഇടയിലൊക്കെ ഇതുപോലെ ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് കളയുക, ചിലത് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ശരിക്കും പിടിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ രാവിലത്തേത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കി, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ എങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റിയാലും ഇവിടെയാണ് സാധനങ്ങൾ കട്ടുമ വെച്ചിട്ടാണ് കുട്ടികളായാലും ഞാനായാലും എടുക്കുക. കാരണം ഈ കബേർഡ്, ഇതിൻ്റെ സൈഡിൽ കബേർഡിലാണ്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ മുമ്പൊരിക്കൽ ഞാനിങ്ങനെ കാണിച്ചപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു, ആൻറ്റി അങ്ങനെ തുറന്ന് കാണിക്കല്ലേ. ഞാൻ പറഞ്ഞു, ഇത് ഓർണമെൻറ്റ്സ് ഗോൾഡ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരാളും ഓടി വന്ന് ഇത് കട്ടെടുക്കാൻ വേണ്ടി ഒരാളും വരില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും നമുക്കൊരു പേടിയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു കബേർഡാണ്, അതിനകത്താണ് നമ്മളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ചൊക്കെ പുറത്തും. അങ്ങനെ ഞങ്ങൾക്ക് പെരുമാറാനുള്ളത് ഇവിടെ അകത്തുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ അലക്കാനായിട്ട് തുണികളൊക്കെ ഇട്ട്, ബാക്കി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കുട്ടികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ച് വിട്ടാനിട്ട്. അപ്പോൾ ഞാൻ കുട്ടികൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി, അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം സമയം ഇപ്പം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം
വാഷിംഗ് മെഷീനിൽ തുണിയിലിട്ടിട്ടാവാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴേക്കും സമയം ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മോനെ കൊണ്ടുവരാനായിട്ട് തോമുനെ ഡോൺ വന്ന് കൊണ്ടുവന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഡിമ്പിളിനെ പാച്ചുവിനെ കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ ഡിമ്പിളും കൂടിയിട്ട് പോയി. കാരണം അവിടെ എന്തൊക്കെയോ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു, ഫോമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നിച്ച് പോയി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ആരുമില്ല. അപ്പോൾ ഇത് ഡാഡി ഉച്ചയ്ക്ക് രണ്ടാമത്തെ സമയത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോണോട് കൂടിയിട്ട് പ്ലേറ്റിങ് കഴിഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞവരോടൊക്കെ കൂടിയിട്ടാണ് പറയണത്. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ആവശ്യക്കാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ബിസിനസ് നമ്പർ. സൈലൻ്റ് ആയിരിക്കും, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള വളകളാണ്. കണ്ടമാനം പോയ സംഭവമാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത്. എപ്പോഴും ഈ ലവ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഭയങ്കര ഡിമാൻഡാണല്ലോ. ഇത് ഭയങ്കര ഡിമാൻഡായിട്ട് കുറേ പോയത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വന്നതാട്ടോ. അങ്ങനെ ഇതൊക്കെ ഇത് റെഡിയാക്കി കഴിഞ്ഞ് അപ്പോഴേക്ക് ഞാൻ ചെയ്യാറുണ്ടല്ലോ, ഉച്ചയോട് കൂടിയിട്ട് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്ന. ശരിക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ശരിക്കും 1:30 ആയിട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ ബാക്കി പണികൾ നടക്കില്ല. വാഷിംഗ് മെഷീനാണെന്ന് വെച്ചാൽ ഓൾറെഡി നിന്നുണ്ട്, അലക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ആ തുണികളും കൂടി തോരയിട്ടിട്ടാവാം. തുണികൾ തോരയിട്ട് കഴിയാറായപ്പോഴേക്കും ഡിമ്പിളും പാച്ചുവും വന്നു കേട്ടോ. തോമും ഓൾറെഡി വന്നു, ഡോൺ ഭക്ഷണം കഴിച്ചിട്ട് പോയി. തോമും മുകളിലേക്ക് പോയി. അപ്പോൾ താഴത്ത് പെയിൻറ്റിങ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ താഴത്തേക്ക് അധികം നിർത്തണ്ടാവുന്നുണ്ട്. എന്നാലും സന്ധ്യ ഇപ്പോൾ വന്നു അവർ കേട്ടോ. ഡാഡി വാതിലൊക്കെ അടച്ചിട്ട് അങ്ങനെ ഞാൻ പട്ടിക്കൂട് മൊത്തം ഒന്ന് നല്ലോണം ഒന്ന് അടിച്ച് കഴുകി. മറ്റേത് അങ്ങേ സൈഡിലാണ് ഞാൻ അവരെ തുറന്ന് വിടാറ്. അപ്പോൾ ഇവിടെ കിണറിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കണ കാരണം. അപ്പോൾ ഇപ്പോൾ കിണറിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ച് റെഡിയാക്കിയ കാരണം ഇനി ഇവരെ ഇവിടേക്ക് വിടാം. ഇവിടെ ആകുമ്പോൾ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ഞാൻ ആ വശമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഗേറ്റ് അവിടെ ലോക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് തുറന്നിട്ട്. ഇപ്പുറത്ത് തുറന്നിട്ടാനുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് അത് തുറന്നിടണം, അല്ലെങ്കിൽ അവർ കുറച്ച് നിൽക്കും. അതാണ് ഒരു ഇതുള്ളത് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഊണൊക്കെ കഴിച്ച് വന്നപ്പോൾ കുട്ടികളുടെ രാത്രിക്കുള്ള ചെമ്മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുട്ടികളുടെ ചോറും പാത്രവും സംഭവങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2:30-ക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പാക്ക് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ഇത് കോറലിൻ്റെ ഒരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കോറലിൻ്റെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഞാനത് വേഗം സെറ്റ് ചെയ്യുന്നതിന് കൂടിയിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പല സൈസിലുള്ള വളകളാണ്, കോറലിൻ്റെ ആണെന്ന് മാത്രം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ ഉണ്ട്, ഏത് സൈസിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നെറ്റ് ബോളിൻ്റെ വളയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം ഓരോ കള്ളി ഒതുക്കാമെന്ന്. ഇന്ന് ഈ ഭാഗം ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ സോഡ മേക്കർ. പക്ഷേ കുറച്ച് എന്തോ തിരക്ക് വന്നപ്പോൾ ഇത് അപ്പുറത്ത് വേനൽക്കാലം വന്നപ്പോൾ ഇടയ്ക്ക് സോഡ അടിക്കാൻ വേണ്ടി അപ്പുറത്ത് കൊണ്ട് വെച്ചതാണ്. ഇതല്ലെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കണ്ടേ. ഇനിയിപ്പോൾ വർഷക്കാലമായി എൻ്റെ പേരിൽ വെള്ളം കുപ്പി മാറ്റി വെച്ച പോലെ തന്നെ സോഡ മേക്കർ അവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വേഗം അതിവിടെ കൊണ്ടുവന്ന് വെച്ച് മുകളിൽ കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകളും ബിബുകളൊക്കെയാണ് കേട്ടോ. ഒരു യെല്ലോ വാട്ടർ ബോട്ടിൽ മിസ്സിങ് ആണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു വല്ല സോഫയുടെ അടിയിലൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ഒതുക്കി ബോട്ടിലുകളിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് നല്ലോണം ഒന്ന് കുലുക്കി കഴുകിയതിന് ശേഷം ഞാൻ കയറ്റി വെച്ചത്. കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കുറേശ്ശെ വെള്ളം ഉണ്ടാവും. അതിങ്ങനെ ഉപയോഗിക്കാണ്ടാകുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു കളി കെട്ടും. അപ്പോൾ ഞാനതൊക്കെ കഴുകി ആക്കി അവിടെ വെച്ചു. ഫുൾ 2 കള്ളിയും ക്ലീനായി. ഇനി ഇതിൻ്റെ മുകളിലത്തെ കള്ളിയുടെ ഏറ്റവും മുകളിൽ കുറച്ച് കുപ്പികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല തരം ചെപ്പുകളാണ്. അതുകൊണ്ട് ഞാൻ അതുമ്പോൾ തൊട്ടില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ. അവിടെ കുഞ്ഞ് പാലും കുപ്പിയുണ്ട് ഇവിടെ പട്ടി കുട്ടികളുടെ. അപ്പോൾ ഇനി അത് ആവശ്യമില്ല, എന്നാലും അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായ കുടിക്കാനിരുന്നു. ശരിക്കും 6 മണിയായിട്ടോ ചായ കുടിക്കുമ്പോൾ. അപ്പോഴാണ് ഞാൻ ഓർത്തത് പഴം തിന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഡിമ്പിൾ വേഗം ആ പഴം പുഴുങ്ങിയത് എനിക്കും ഡാഡിക്കും കൊണ്ടുവന്ന് വെച്ച് തന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ കൊള്ളി വറുത്തത് അല്ലെങ്കിൽ മിക്സർ എന്തെങ്കിലും ഇങ്ങനെ വായിലിട്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് വൈകുന്നേരം ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ കിടന്നു കഴിഞ്ഞാൽ പിന്നെ 6:30 7. അപ്പോൾ അന്നത്തെ ഒരു ദിവസം മുഴുവൻ പോയ പോലെ. അപ്പോൾ ഡാഡി ഇവിടെയൊക്കെയാണ് കേട്ടോ ഒന്ന് ടച്ച് ചെയ്തത്. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ മരത്തിൻ്റെ ഇത് പോയിട്ട് വൃത്തികേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് മുകളിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാവും. അതുപോലെ തന്നെ നമ്മൾ ആശാരിപ്പണി കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ വന്നേ.
അപ്പോൾ അതൊന്ന് അവിടേക്ക് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് അവിടുത്തെ പെയിൻറ്റ് പോയിടത്തൊക്കെ ഒന്ന് ആക്കുമ്പോൾ അതിനൊരു വൃത്തി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇറങ്ങിയ നേരമാണ്. അവരുടെ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങളിതാ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം അവർക്ക് അവരുടേതായ കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അത് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ 3 പേർക്കും ഒന്നിച്ച് ഇഷ്ടമുള്ള പാട്ടുകളാണ് 1-2 പാട്ടുകൾ. അപ്പോൾ പാച്ചു പറയും, തോമു പറയും ആൻസൻ്റെ പാട്ട് എന്ന് പറയും. കാരണം ആൻസൺ ഇങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം. അത് തന്നെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഈ കുട്ടികൾക്കും ഇഷ്ടം. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ആളും കൂടിയിട്ട് നിന്ന് തുള്ളലാണ് കേട്ടോ. തോമുവിന് അങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം. അപ്പോൾ ദേ പാച്ചും തോമും ചാക്കോച്ചനും ഒരുപോലെ കിടന്ന് ഡാൻസ് കളിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. അങ്ങനെ ഇന്നത്തെ അവരുടെ പരിപാടികൾ കഴിഞ്ഞ് അവർ അപ്പനമ്മയും മക്കളും കയറിപ്പോയി. ഡിംപിൾ മോനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കള്ളി അത് പെട്ടെന്ന് ഒതുക്കാവുന്ന കേസാണ്, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത്. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാതും ചെയ്യണമല്ലോ, ഒതുങ്ങിയിരിക്കണതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം എനിക്ക് അതിൻ്റെ മുകളിൽ തുടയ്ക്കാൻ പറ്റിയില്ല, കാരണം ഡാഡിയൊക്കെ ഓൾറെഡി കിടക്കാനായിട്ട് ഭക്ഷണം കഴിഞ്ഞ് പോയി. പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഡാഡി കുളിച്ചു. പിന്നെ നമ്മളത് പറയുമ്പോൾ ശരിയല്ലല്ലോ വെച്ചിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ചെയ്യും. പക്ഷേ ഇപ്പോൾ എനിക്കത് പറ്റില്ല, ഞാൻ റിസ്ക് എടുക്കാറില്ല. കാരണം കയറിയിട്ട് കെട്ടിമറിഞ്ഞ് വീണാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഞാൻ അത് എടുത്ത് തുടയ്ക്കാൻ നിന്നില്ല, തുണി കൊണ്ട് പതുക്കെ തട്ടിയെടുത്തു. ഇങ്ങനെ ചൂലുകൊണ്ട് എടുത്തിട്ട് തുണി കൊണ്ട് തട്ടിയെടുത്തു. ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ ആവട്ടെ, എല്ലാവരും ഒന്നിച്ചുള്ള സമയത്താകുമ്പോൾ പ്രശ്നമല്ല, ഇതിപ്പോൾ ആരും താഴ്ത്തില്ല. അപ്പോൾ ഞാൻ വല്ലതും ചെയ്തിട്ട് പെടഞ്ഞ് വീണ് കഴിഞ്ഞാലേ പണി കിട്ടും. ടി വി ഉറക്ക വെച്ച കാരണം വീണാലും അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വെച്ച ചോറും പാത്രം ഉണ്ടല്ലോ, ആ ചോറും പാത്രത്തിന് ഡിംപിളിനേക്കാൾ പ്രായമുണ്ട്. അതായത് 33 കൊല്ലമുണ്ട്. അത് ഞങ്ങൾ പാലുവായിൽ താമസിക്കുമ്പോൾ സ്റ്റെബിക്ക് അന്ന് ബോംബെയിലായിരുന്നു. അപ്പോൾ ജെസിയും പോയിട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് പച്ചമുളക് ഇട്ട് വെക്കാനായിട്ട് എന്നിട്ട് ഓട്ടയുള്ള ചോറും പാത്രം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണത്. ഇപ്പോഴും ഞാനത് എടുക്കുമ്പോൾ ഓർക്കും, ഒരു കേടും അതിന് ഇപ്പോഴും പറ്റിയിട്ടില്ല. 33-ാമത്തെ വർഷമായി. എനിക്ക് തോന്നുന്നു ഡിംപിളിന് ഉടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും 32 വർഷമായിട്ടത്. ഇത് നമ്മുടെ ആൻസൻ്റെ ആച്ചി മമ്മിയുടെ ചേച്ചി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, കുറേ വർഷം മുമ്പ്. ഇപ്പോഴൊക്കെ ഇവിടെ ഓൺലൈനിലൊക്കെ കിട്ടി തുടങ്ങി. പക്ഷേ ഇത് അന്ന് കൊണ്ടുവന്ന. ഇതിൻ്റെ തൊട്ട് മുമ്പ് വെച്ചത് മുട്ടയും പഴമൊക്കെ പുഴുങ്ങണ ഒരു ഇതാണ് കേട്ടോ, കുക്കറിൻ്റെ മുകളിൽ വെക്കുന്നത്. അതിനും ഡിംപിളുടെ പ്രായമുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ആപ്പിൾ ഒക്കെ പുഴുങ്ങി കൊടുത്തിരുന്നത് അതിലാണ്. കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് മുട്ട പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുഴുങ്ങാനായിട്ട് പറ്റിയ ഒരു പാത്രമാണത്. പിന്നീട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അത് എനിക്ക് എപ്പോഴും കിട്ടിയതാണ്. പക്ഷേ പിന്നീട് ഞാൻ അങ്ങനെ ഒരു പാത്രം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, വാങ്ങിക്കാൻ നോക്കിയിട്ടും. പിന്നെ നമ്മളിത് താഴെ പുട്ടിൻ്റെ, അപ്പോൾ ഇതും ഇവിടെ ഐസ്ക്രീം പുട്ട് ഐസ്ക്രീമായിരുന്നു. അപ്പോൾ അത് ശരിക്കും കളയണ്ട, നമുക്ക് വേണമെങ്കിൽ അതിലുണ്ടാക്കാം. ഒരു വട്ടം ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് അതിൽ ആദ്യം ഒന്നിടുക, അത് കഴിഞ്ഞ് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതാണത്. ഈ ചിരട്ട പുട്ടിൻ്റെ ഇതിനും ഒക്കെ ഈ പറഞ്ഞ പോലെ നല്ല പഴക്കമാണ്. ഏകദേശം ഡിംപിളിൻ്റെ പ്രായം ഉണ്ടാവും ഇതിനൊക്കെ. മറ്റേ കണ്ടോ, ഇതിൻ്റെ ഒരു വശം പൊട്ടി, എന്നാലും ഉപയോഗിക്കാൻ പറ്റും. കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് പിന്നെ അത്ര വലിയ ഡിംപിളിൻ്റെ പ്രായമൊന്നും ഇല്ലെങ്കിൽ പോലും 10-20 കൊല്ലം എന്തായാലും ഉണ്ടാവും. ചിരട്ടപ്പുട്ടൊക്കെ തുടങ്ങിയ അവസരത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു 40 രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 150-160 രൂപയ്ക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ പുരാവസ്തു സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. പക്ഷേ പുരാവസ്തു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അത് പുതിയതായിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പുരാവസ്തു എന്ന് പറയില്ലല്ലോ. അങ്ങനെ ഞാൻ വെള്ളം വയ്ക്കാനുള്ള പാത്രമാണ് അത്, അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ കുഞ്ഞു പാത്രം. അപ്പോൾ ഞാനതെടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ആ പരിപാടി 2 കള്ളി കഴിഞ്ഞു. ഇനി 3-ാമത്തെ കള്ളി എടുക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്, കാരണം കുറേ സാധനങ്ങൾ ഉള്ള വലിയ ഡബ്ബകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ആവാം. ഈ 2 കള്ളി കഴിഞ്ഞല്ലോ. ഇനി അതുപോലെ തന്നെ മിക്സിയുടെ കള്ളിയും കഴിഞ്ഞു. ബെഡ്റൂമിലും ഒരുവിധം കള്ളികളൊക്കെ അവസാനിച്ചു. ഇനി താഴെയുള്ളതൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ ഓരോന്ന് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ പണി കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുന്ന സമയം, അപ്പം നമ്മൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമുണ്ടാവുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഇത് വലിയ ഭാരമായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒതുക്കാനും പെറുക്കാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കത് ഒരിക്കലും ഒരു ഭാരമല്ല. എനിക്ക് നേരം കിട്ടി അപ്പം ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ ഉച്ചയിലത്തെ ചോറും കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഉണക്കമീനും പിന്നെ നമ്മുടെ മുതിരക്കറി ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡിമ്പിൾ ദേ ഫുള്ള് ഒന്ന് തുടച്ചു. കാരണം കുട്ടികളുള്ള സമയത്ത് ചില സമയത്ത് അങ്ങനെയാണ്, ഇങ്ങനെ എന്താ പറയുക, നിറച്ചഴുക്കുണ്ടാവും. അപ്പോൾ ഇന്ന് റോബോട്ടിനെ ഇറക്കി വിട്ടില്ല, അതൊന്ന് വെറുതെ ഒന്ന് മൂപ്പുകൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ മറ്റേ അപ്പുറത്ത് ജെസ്സിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇരുമ്പുളി. അപ്പോൾ അത് ഞാൻ ഈ ബോക്സിലാക്കി. ഓട്ടയുള്ള പാത്രം കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് കേടാവില്ല. പക്ഷേ വലിയതാണ്, മന്ത് പോലത്തെയാണ്. അപ്പോൾ ഡിവൈൻ സാധാരണ ജ്യൂസ് അടിക്കാറുണ്ട് ഇരുമ്പുളി കൊണ്ട്. അപ്പോൾ നാളെ എന്തെങ്കിലും അത് എന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അവരുടെ ഇറച്ചിതാ വേവിച്ചു, അത് അവർക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെ എൻ്റെ ഒരേ ഭാഗത്തെ പണികൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാപ്പാടാണ് എൻ്റെ പണികൾ. അപ്പോൾ ഇവിടെ അതേ മേശപ്പുറം കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിഞ്ഞു. ഇനി ആ പ്ലഗ് പോയിൻറ്റിൽ അയൺ ബോക്സ് വെച്ച് ഒരു തുണി അവിടെ പുതപ്പ് ഒന്ന് മടക്കി അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാച്ചുവിൻ്റെ മാത്രമേ തേക്കണുള്ളൂ, ബാക്കിയൊക്കെ അയൺ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു വലിയ ഭാരം പണിയില്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, കിച്ചണിലേക്കും വന്നു. കിച്ചണിലത്തെയും പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ നാളേക്ക് ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി മീൻകറി വെച്ചിട്ടുണ്ട്. ഡിമ്പിളോ ഡിവൈനോ ആരോ വെച്ചിട്ടുണ്ട്. കടല ഇതേ വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ രാവിലെ പുട്ടായിരിക്കണം, അതുകൊണ്ടാണ് കടല വെള്ളത്തിലിട്ടിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ പരിപാടികളും അങ്ങോട്ട് കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വലിയ മഴയൊന്നുമില്ല, വലിയ മഴയല്ല, മഴയേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി ഈ നാളേക്കുള്ളത് പാക്ക് ചെയ്യാനുള്ളത് എടുക്കാണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പച്ച ലോക്കറ്റില്ലേ, ആ ലോക്കറ്റിന് മാച്ച് ചെയ്തിട്ട് ഒരു ആൾ എടുത്തതാണ് കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം, ഇതിൽ നിന്ന് ഒരെണ്ണം. അപ്പോൾ എനിക്കും കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഇത് മറ്റേത്. കാരണം ക്രിസ്ത്യാനി കുട്ടിയാണ്, അപ്പോൾ അവർക്ക് ലക്ഷ്മി പറ്റില്ല. ഇതിൻ്റെ വള ശരിക്കും ലക്ഷ്മിയുടെ വളയാണ് വരുന്നത്, ഈ വള. അപ്പോൾ ഇതുമ്മ ഒരെണ്ണം ലക്ഷ്മിയാണ് വന്നേക്കണത്. അപ്പോൾ ഒരു കുട്ടി ലക്ഷ്മിയുടെ വളയെടുത്തു, ഒരു കുട്ടി സാധാരണ മറ്റേതിൽ നിന്ന് ഓരോ വളയും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റാണ്. പക്ഷേ ലക്ഷ്മിയുടെയാണ് കുറച്ചും കൂടി ഭംഗി, പക്ഷേ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഇതും ഭയങ്കര എല്ലാവരും ഇഷ്ടം കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു വളയാണ് കേട്ടോ, ഈ പേളിൻ്റെ വള. അതുപോലെ തന്നെ പാദസരങ്ങൾ, ക്രിസ്റ്റലിൻ്റെ പാദസരങ്ങൾ. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഒരു കുട്ടി ഉണ്ടാക്കിച്ച് തന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. ഇത് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പ്രീമിയം കളക്ഷനിലുള്ള നവരത്നത്തിൻ്റെ കമ്മൽ. ഭയങ്കര ഭംഗിയാട്ടോ. ഇത് കിട്ടിയവരൊക്കെ ഏറ്റവും വിചാരിച്ചേക്കാളും ഭംഗിയായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കരിമണിയുടെ വള, എല്ലാ സൈസും ഉണ്ട്, ന്യൂ ബോൺ തൊട്ട് 2-10 വരെയുണ്ട്. പക്ഷേ ഓരോന്നിനും ഓരോ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതുപോലത്തെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് എനിക്ക് കാണിച്ച് തരാണ്ട്. നിങ്ങൾ ഏത് ഏതാ സൈസ് പറയണമെന്ന് വെച്ചാൽ ആ സൈസിലുള്ള ഡിസൈൻ എനിക്ക് കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാവാം, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ 3-in-1 എടുത്ത് ചായ വെച്ചു. അപ്പോൾ ഇന്നലെ അക്കിക്ക് കാപ്പിപ്പൊടി ചായപ്പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നേക്കാൾ കൂടുതൽ ചേച്ചിക്കും ചേട്ടനാണ് ഇഷ്ടമാവുക. കാരണം ഇവിടെ ഞാനും വല്ലപ്പോഴും ഡോണും അത്രയേ ഉള്ളൂ. ഡോൺ പിന്നെ ഇവിടെ ഇല്ലല്ലോ, ഡാഡിക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഇത് മെയിനായിട്ട് കഴിക്കുന്ന ആൾ. അപ്പോൾ ഇത് ഞാൻ 3-in-1 കേട്ടോ എടുത്തത്. അപ്പോൾ ഇനി പാലൊഴിക്കാനൊന്നും നിന്നില്ല. സംഭവം ഇത്തിരി പാലൊഴിച്ചിട്ട് അതിലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല, എനിക്ക് തൊണ്ടയൊന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ച്, അത് ചായയാണ്, കാപ്പിയല്ല, അതും കൊണ്ട് ഞാൻ നമ്മുടെ ഇവിടേക്ക് വന്ന് ബാക്കി പരിപാടികളൊക്കെ കഴിയുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് കുടിച്ചും കൊണ്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതൊക്കെയാണ് എൻ്റെ. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷമായത്, ഒരു മോള് രാത്രിയിൽ എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ദിവ്യ എന്നോട് പറഞ്ഞു, ആൻറ്റി ലേറ്റ് ആവേണ്ട, ആൻറ്റിക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഓരോ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള ഒരു ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര, ഞാൻ തന്നെ വിചാരിച്ചു ആ മോളെ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയെന്നുള്ളത്. അപ്പോൾ അത്രയും എൻ്റെ ഓരോ നീക്കങ്ങളും നിങ്ങൾ നിരീക്ഷിക്കേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി ദിവ്യ. അപ്പോൾ അങ്ങനെ അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് വീട്ടിലത്തെ വിശേഷങ്ങൾ വളരെ കുറവാണ്. ഉള്ള പോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയൊക്കെ വരണമെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.